ഇന്ന് പകലിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഭയത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ? പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ അതെ നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങൾ ആ ഭയത്തിൻ്റെ അധീനതയിൽ നിന്ന് പുറത്തു വരുവാൻ പോകുന്നു. ഉൽപ്പത്തി പുസ്തകം 15:1 ഇങ്ങനെ വായിക്കുന്നു: അബ്രാമേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്ത് തന്നെ ഉള്ള ഭയമായിരുന്നാലും ഭാരമായിരുന്നാലും യേശുവിൽ വിശ്വസിച്ചാട്ടെ, യേശുവിൽ അടിയുറച്ച് വിശ്വസിച്ചാട്ടെ. അബ്രഹാമിനോട് എന്താ പറഞ്ഞത്? ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയമാകുന്നു, അതിമഹത്തായ പ്രതിഫലമാകുന്നു. അതെ, പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ നിങ്ങളോടും ദൂതറിയിക്കുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയമാകുന്നു മകനെ മകളെ, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാകുന്നു മകനെ മകളെ. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയത്തിൽ നിന്നും അതെ സർവശക്തനായിരിക്കുന്ന എൻ്റെ യേശുപ്പൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു. വിശ്വസിച്ചാട്ടെ. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന എന്ത് തന്നെ ഭയമായിരുന്നാലും, അതെ മാനസികമായിരുന്നാലും, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന എന്ത് തന്നെ ഭയമായിരുന്നാലും, നിങ്ങൾ ഏത് വിഷയത്തിൽ മേൽ കുരുങ്ങിക്കിടക്കുന്നു ആ വിഷയത്തിൽ നിന്ന് സ്വർഗത്തിലപ്പൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു. വിശ്വസിച്ചാട്ടെ. അവൻ നിങ്ങളുടെ മുഴു നിയന്ത്രണം ഇന്ന് ഈ പ്രഭാതത്തിൽ ഏറ്റെടുത്തിട്ടുണ്ട്. അവൻ നിങ്ങളുടെ അരികിലുണ്ട്. യേശു ക്രിസ്തു നിങ്ങളുടെ അരികിലുണ്ട്. അതുകൊണ്ട് ഓവർ തിങ്ക് ചെയ്യുന്നത് നിർത്തിയാട്ടെ. കർത്താവ് നിങ്ങളുടെ മുഴു നിയന്ത്രണം ഏറ്റെടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഭാവിയെ പറ്റിയിട്ടായിരിക്കാം, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്തിട്ടായിരിക്കാം, നിങ്ങളുടെ ജോലിയെ പറ്റിയിട്ടായിരിക്കാം, നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ ചിന്തിച്ചായിരിക്കാം, അല്ലെങ്കിൽ ശുശ്രൂഷകർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷ സംബന്ധിച്ചിട്ടുള്ള ഭയമായിരിക്കാം, ഭാരമായിരിക്കാം. ബിസിനസ്സുകാർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ടുള്ള ഭയമോ ഭാരമായിരിക്കാം. അതുകൊണ്ട് ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവഭൃത്യന്മാരെ, ദൈവദാസന്മാരെ, ദൈവമക്കളെ കേട്ടാട്ടെ. നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നത് നിർത്തിയാട്ടെ. നിങ്ങളുടെ ടെൻഷൻ എടുത്ത് തലയ്ക്ക് വെക്കുന്നതിന് പകരം സ്വർഗത്തിലെ ദൈവത്തെ വിശ്വസിച്ചാട്ടെ, അടിയുറച്ച് വിശ്വസിച്ചാട്ടെ. അവൻ നിങ്ങളുടെ പരിചയമാകുന്നു, അവൻ നിങ്ങളുടെ സർവ്വസമ്പത്താകുന്നു. അതെ, എന്ത് തന്നെ വിഷയം വന്നു കഴിഞ്ഞാലും നിങ്ങൾ ആ വിഷയത്തിന്മേൽ വീണുപോകത്തില്ല. ദാവീദ് പറഞ്ഞതെന്താ? എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. ഇന്ന് പകലിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന എന്ത് തന്നെ മതിലായിരുന്നാലും ദാവീദ് പറഞ്ഞ പോലെ പറഞ്ഞാട്ടെ. സ്തോത്രം. എൻ്റെ ദൈവത്താൽ ഞാൻ അഭിമുഖീകരിക്കുന്ന മതിലിനെ ചാടിക്കടന്നിരിക്കും. അത് എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. വിശ്വസിച്ചാട്ടെ. നിങ്ങൾ ആ വിഷയത്തിൽ നിന്ന് പുറത്തു വരുന്നു. ഒരു സാഹചര്യവും നിങ്ങളെ മുക്കിക്കളയത്തില്ല. ആ തീ നിങ്ങളെ ദഹിപ്പിച്ചു കളയത്തില്ല. വിശ്വസിച്ചാട്ടെ. നിങ്ങൾ ഭയപ്പെടേണ്ട. കർത്താവ് നിങ്ങളുടെ വലങ്കരം പിടിച്ചിട്ടുണ്ട്. ആമേൻ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കും. കർത്താവെ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അഭിമുഖീകരിക്കുന്ന എല്ലാ ഭയത്തിൻ്റെ അധീനതയിൽ നിന്നും സ്വർഗം അവരെ പുറത്തു കൊണ്ടുവന്നതിനായിട്ട് നന്ദി. അബ്രഹാമിനോട് കൊടുത്ത വാഗ്ദത്തം ഇന്ന് പകലിൽ ഞങ്ങളും വിശ്വസിക്കുന്നു, ഞങ്ങളോടും ഉള്ളതാകുന്നുവല്ലോ. കർത്താവെ, ഞങ്ങളത് ഏറ്റെടുക്കുന്നു. ഭയത്തിൻ്റെ അധീനതയിൽ നിന്നും ഞങ്ങളെ വിടുവിച്ച് സ്വാതന്ത്ര്യമാക്കിയതിനായിട്ട് നന്ദി പറയുന്നു. സകല മാനുമാത്വം കർത്താവിന്. ഞങ്ങൾക്ക് ആ ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ഏവരെയും ദൈവം സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ.